നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ജാതകത്തിൽ സൂര്യനെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില പ്രത്യേക വിശേഷ വിധികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജാതകത്തിൽ സൂര്യനെ കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ ജാതകത്തിൽ രാജാവാണ്. സൂര്യൻ പിതൃകാരകനാണ്. പ്രാണകാരകനും ആത്മകാരകനെന്നും പറയും. പിതാവ്, ആയുസ്, ആത്മസൗഖ്യം, പ്രതാപം, ഉദ്യോഗ സംബന്ധമായ ഭരണാധികാരം, ധൈര്യം, ശൗര്യം, ഉത്സാഹം, വൈദ്യപ്രവൃത്തി, കീർത്തി, കാട്ടിലും മേട്ടിലുമുള്ള സഞ്ചാരം, ദൈവഭക്തി, രാജധാനി, കിഴക്ക് ദിക്ക്, പിത്തജ്വരം, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ, സ്വർണം, ഇവയെല്ലാം തന്നെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. 360 ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ ഒരു രാശിയിൽ സൂര്യൻ്റെ സ്ഥിതി ഒരു മാസമാണ്. സൂര്യൻ്റെ സ്വക്ഷേത്രം ചിങ്ങൻ രാശിയാണ്. ഉച്ചക്ഷേത്രം മേടം രാശിയാണ്. സൂര്യൻ്റെ നീചക്ഷേത്രം തുലാം രാശിയുമാണ്. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ബലവാനും 10ാം ഭാവത്തിൽ നിന്നാൽ സർവോത്തമനുമാകുന്നു എന്നാണ്. ലഗ്നം സൂര്യൻ്റെ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആയി അവിടെ സൂര്യൻ നിന്നാൽ ജാതകന് ശ്രേഷ്ഠഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. സൂര്യൻ ഉച്ചക്ഷേത്രമോ സ്വക്ഷേത്രമോ വർഗോത്തമം ചെയ്തോ ഏതു ഭാവത്തിലായാലും അത്യന്തം ബലവാനും പൂർണ്ണഫലദായകനുമാണ്. ലഗ്നകേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ ആദിത്യനോ ചന്ദ്രനോ നിൽക്കുന്നത് കാര്യലാഭത്തിന് ജാതകന് ശുഭകരമായിരിക്കുമെന്നാണ്. ലഗ്നകേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ എണ്ണുമ്പോൾ 1, 4, 7, 10 ഇതാണ് ലഗ്നകേന്ദ്രങ്ങളെന്ന് പറയുന്നത്. ത്രികോണങ്ങളെന്ന് പറയുന്നത് 1, 5, 9 എന്നീ ഭാവങ്ങളാണ് ത്രികോണഭാവങ്ങൾ. ഈ ഭാവങ്ങളിൽ സൂര്യനോ ചന്ദ്രനോ നിൽക്കുന്നത് ജാതകന് കാര്യലാഭത്തിന് ശുഭകരമായിരിക്കുമെന്നാണ്. ആദിത്യചന്ദ്രന്മാർ പരസ്പരം ഷഷ്ടാഷ്ടമ ഭാവങ്ങളിൽ നിൽക്കുന്നത് ശുഭകരമല്ല എന്നാണ്. അതായത് സൂര്യനും ചന്ദ്രനും പരസ്പരം ഷഷ്ടാഷ്ടമ ഭാവങ്ങളെന്ന് പറയുമ്പം 6, 8 ഭാവങ്ങളിൽ ചന്ദ്രൻ്റെ 6, 8 ഭാവങ്ങളിൽ സൂര്യനും സൂര്യൻ്റെ 6, 8 ഭാവങ്ങളിൽ ചന്ദ്രനും നിൽക്കുന്നത് ശുഭകരമല്ല എന്നാണ്. ലഗ്നത്തിൽ ആദിത്യചന്ദ്രന്മാർ ഒരുമിച്ച് നിന്നാൽ ജാതകൻ സ്വാർത്ഥനും അത്യാഗ്രഹിയുമാണെന്ന് പറയാം. അതേപോലെ തന്നെ രവിയും ബുധനും യോഗം ചെയ്ത് ഏത് രാശിയിലായാലും വിദ്യാദായകവും കീർത്തിദായകവുമാണ്. പ്രത്യേകിച്ച് 3, 5, 7, 11 ഈ ഭാവങ്ങളിൽ രവിബുധ യോഗം ശ്രേഷ്ഠഫലദായകവും കീർത്തിദായകവുമാണ്. 5, 9 ഭാവങ്ങളിൽ സൂര്യന് ബലം കുറവുള്ള രാശികളാണ്. മകരം, കുംഭം ഈ രാശികളൊഴിച്ച് മറ്റെല്ലാ രാശികളിലും സൂര്യൻ പൊതുവെ ശോഭനമായ ഫലങ്ങളാണ് നൽകുന്നത്. അതായത് മകരം, കുംഭം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ശത്രുവായ ശനിയുടെ ക്ഷേത്രങ്ങളാണ്. മകരവും കുംഭവും രാശികൾ. 2ാം ഭാവത്തിലെ സൂര്യചന്ദ്രയോഗം ധനലാഭയോഗമാണ്. എങ്കിൽ പോലും അവിടെ ജാതകന് നേത്രരോഗം അനുഭവിച്ചേക്കാമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സൂര്യനും ശുക്രനും യോഗം ചെയ്ത് ത്രികോണങ്ങളിൽ നിന്നാൽ സുകുമാര കലകളിൽ പ്രാവീണ്യം നേടുമെന്നാണ്. ജാതകന് സർക്കാർ ജോലിക്ക് അർഹതയുണ്ടായിരിക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സ്ത്രീ ജാതകത്തിൽ ലഗ്നത്തിലോ 7ാം ഭാവത്തിലോ രവിയും ശുക്രനും യോഗം ചെയ്താൽ അത് ഭൗതിക സുഖത്തിനും ഭർതൃസുഖത്തിനും വിശിഷ്ടമാകുന്നു എന്നാണ്. എന്നാൽ ഒരു പുരുഷ ജാതകത്തിലാണ് സൂര്യനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വൈകല്യത്തെ പറയാമെന്നാണ്. സൂര്യനും ചൊവ്വയും ഒരുമിച്ചോ വേറെ വേറെയായോ ലഗ്നത്രികോണങ്ങളിൽ സ്ഥിതി ചെയ്താൽ ജാതകൻ വ്യവസായപ്രിയനും ഉത്സാഹശീലനും ആരോഗ്യമുള്ളവനുമായിരിക്കും. സൂര്യനിൽ നിന്നും ചൊവ്വ 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്താൽ
ഉയർന്ന ഉദ്യോഗ ലക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനും വ്യാഴവും യോഗം ചെയ്താൽ ഉദ്യോഗ മേധാവിത്വത്തിൻ്റെ ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനും ശനിയും ചേർന്ന് നിന്നാൽ സൂര്യനും ശനിയും ശത്രുക്കളാണ്. എങ്കിൽ പോലും അവർ ഒരുമിച്ച് നിന്നാൽ ദീർഘായുസിനെയും ധനാഭിവൃദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ്റെ 11-ൽ ശനി ഒഴിച്ച് ഏത് ഗ്രഹം നിന്നാലും അത് ധനാഭിവൃദ്ധിക്ക് കാരണമാകുമെന്നാണ്. സൂര്യൻ്റെ 11-ൽ രാഹു നിന്നാൽ ജാതകന് സമുദായത്തിൽ നല്ല സ്ഥാനവും ധനാഭിവൃദ്ധിയും ദാമ്പത്യസുഖവും ആരോഗ്യവും ലഭിക്കുമെന്നാണ്. ഒരു സ്ത്രീ ജാതകത്തിൽ 9-ൽ സൂര്യനും 7-ൽ രാഹുവും നിന്നാൽ, അതായത് സൂര്യൻ്റെ 11-ൽ രാഹു നിന്നാൽ അവൾ വിധവയാകുമെന്നാണ്. സൂര്യനും കേതുവും യോഗം ചെയ്ത് 10-ാം ഭാവം ഒഴിച്ച് ബാക്കി എല്ലാ ഭാവങ്ങളിലും അനിഷ്ടഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. രവിയും കേതുവും 10-ാം ഭാവത്തിൽ മാത്രമേ സൽഫലങ്ങളെ നൽകൂ എന്നാണ്. ഒരു സ്ത്രീ ജാതകത്തിൽ സൂര്യനും കേതുവും യോഗം ചെയ്താൽ അവളെ മധ്യവയസ്സിന് ശേഷം വിധവയാക്കുമെന്നാണ്. സൂര്യനും കേതുവും യോഗം ചെയ്ത് 7-ലോ 8-ലോ ആണെങ്കിൽ അവൾ നേരത്തെ തന്നെ വിധവയാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ശുക്രയോഗം. സൂര്യനും ശുക്രനും യോഗം ചെയ്ത് ചിങ്ങൻ രാശിയിൽ നിൽക്കുകയും ആ ചിങ്ങം രാശി ലഗ്നമാവുകയും ചെയ്താൽ ജാതകന് ഉയർന്ന സർക്കാർ ജോലി കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒരു ജാതകത്തിൽ സൂര്യൻ ദുർബലനായ വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്ക് ഏതു കാര്യത്തിലും ആത്മവിശ്വാസം കുറവുള്ളവരായിരിക്കും. സ്വന്തം കഴിവിലും യോഗ്യതയിലും കരുത്തിലും ഇവർക്ക് വിശ്വാസമുണ്ടായിരിക്കുകയില്ല. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാണിക്കേണ്ട ഇച്ഛാശക്തിയും ധൈര്യവും ഇവർക്കുണ്ടാവുകയില്ല. അകാരണമായി മറ്റുള്ളവരെ ഭയപ്പെടുക, ഏത് കാര്യവും സ്വയം ചെയ്യാൻ പ്രയാസപ്പെടുക, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുമോ എന്നൊരു ഭയം, ഒരു കാര്യത്തിലും വിശ്വാസമില്ലായ്മ, മടിയന്മാരായി അലസന്മാരായി കഴിയുക, കൂടാതെ പിതാവിൽ നിന്നും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കുറവുള്ളവരുമായിരിക്കും. അതേപോലെ തന്നെ തുലാം, മകരം, കുംഭം എന്നീ രാശികളിലോ 6, 8, 12 എന്നീ ഭാവങ്ങളിലോ സൂര്യൻ നിൽക്കുന്നവർക്ക് ആദിത്യദശാകാലം വളരെ ക്ലേശകരമായിരിക്കും. തുലാം രാശി സൂര്യൻ്റെ നീചരാശിയാണ്. അതേപോലെ തന്നെ മകരം, കുംഭം രാശി എന്ന് പറയുമ്പോൾ ശനിയുടെ രാശിയാണ്. ശനിയും സൂര്യനും ശത്രുക്കളാണ്. അതിനാലാണ് 6, 8, 12 എന്നീ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ദോഷസ്ഥാനങ്ങളാണ്. ജാതകത്തിൽ സൂര്യന് ശനിയുടെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദൃഷ്ടിയോ യോഗമോ ഭവിക്കുന്നതും ജാതകന് ദോഷകരമാണ്. തിരുവാതിര, ചോതി, ചതയം, പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കും സൂര്യദശാകാലം അനുകൂലമായിരിക്കില്ല. തിരുവാതിര, ചോതി, ചതയം രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ പൂയം, അനിഴം, ഉത്രട്ടാതി ശനിയുടെ നക്ഷത്രങ്ങളുമാണ്. ഇത് സൂര്യൻ്റെ ശത്രുക്കളാണ്, രാഹുവും ശനിയും. അതിനാലാണ് സൂര്യദശാകാലം അനുകൂലമായിരിക്കില്ല എന്ന് പറയുന്നത്. ചാരവശാൽ 1, 2, 4, 5, 7, 8, 9, 12 എന്നീ രാശികളിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴും ജാതകന് ക്ലേശഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആദിത്യൻ പിഴച്ചു നിൽക്കുന്ന ജാതകർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലത്ത് നിത്യവും സൂര്യോദയത്തിന് മുൻപ് ഉണർന്നെഴുന്നേൽക്കുന്നതും ഉണർന്ന ഉടൻ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സൂര്യനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ആദിത്യ ദോഷശാന്തിക്കായി ശിവനെയാണ് ഭജിക്കേണ്ടത്.
ശിവരാത്രി, പ്രദോഷം, ധനുവിലെ തിരുവാതിര എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ജന്മനക്ഷത്ര ദിവസം, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതിനും ഉത്തമ ദിവസങ്ങളാണ്. ഇവർ നിത്യവും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. അതായത് രാമരാവണ യുദ്ധത്തിൽ തളർന്നുപോയ ശ്രീരാമന് അഗസ്ത്യമുനി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം. ഇത് നിത്യവും ജപിക്കുന്നത് ജാതകന് നല്ലതായിരിക്കും. ആദിത്യന് കാവി നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചുവന്ന വസ്ത്രങ്ങളും ധരിക്കാൻ വിധിയുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ നിറങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞായറാഴ്ചകളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ധരിക്കുന്നത് നല്ലതാണ്. ഒരു ജാതകത്തിൽ സൂര്യനെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷ വിധികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.